ഈ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം ഉണ്ടായപ്പോൾ എനിക്കൊരു കണ്ടൻറ് ആക്കാനായിട്ട് തോന്നിയതിൻ്റെ പുറത്ത് മാത്രം ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റിനിടയിൽ വന്നിട്ട് മണ്ടാന്ന് പൊട്ടാന്നൊന്നും വിളിക്കേണ്ട ആവശ്യം ഈ പറഞ്ഞ് പുള്ളിക്കില്ല. ഇനി എൻ്റെ പൊന്ന് ചേട്ടൻ എന്നൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെന്നാണെങ്കിൽ ഓക്കെ, ചേട്ടൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ചേട്ടൻ ഇതെല്ലാം കൂടെ എന്താ പറയുക ഡീറ്റെയിൽഡായിട്ട് എല്ലാവർക്കും ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഞാൻ എന്താ പറയണ അല്ലാതെ ഈ ചേട്ടൻ എന്തിനാ ഇത്ര ഭയങ്കരമായിട്ട് രോക്ഷം കൊള്ളണേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുള്ളത്. മറ്റുള്ള ഒരാളുടെ ചാനലിൻ്റെ അടി ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ കെയർ ഗീവറിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എനിക്ക് പെർമിറ്റ് കിട്ടിയതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് പെർമിറ്റ് കിട്ടിയതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇറ്റലിയിലുള്ള ആളുകൾ തന്നെ, പിന്നെ അതുപോലെ തന്നെ ക്രൊയേഷ്യ, സ്ലൊവേനിയൊക്കെ പറഞ്ഞ് കുറേ കൺട്രിയിൽ നിന്ന് ഇതുപോലെ ഇറ്റലിയിലോട്ട് വന്നേക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഡോക്യുമെൻ്റ് റെഡി ആയത്? കാരണം വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ വീഡിയോസ് ചാനലിൽ ഒത്തിരി പേര് കാണുന്നുണ്ട്, ഇപ്പോൾ ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പം നമുക്കിത് കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് കെയർ ഗീവറിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു ആൾ, എനിക്ക് തോന്നുന്ന ആൾ നേപ്പിൾസിൽ എന്തോ ഉള്ളതാണ്, ഒരു ജോൺ ജോയി പാലക്കാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആളെ പേഴ്സണലി എനിക്ക് അറിയത്തൊന്നുമില്ല. ആൾ വന്നിട്ട് ഒരു വലിയൊരു പാരഗ്രാഫിൽ ഒരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആളെന്താണ് ഇപ്പം പറയണത് മൊത്തം അതാണ്, മറ്റതാണ്, മറിച്ചതാണ്, തെറിച്ചതാണ്, എന്താണ് പിന്നെ എന്താ കുറേ മണ്ടാന്നോ പൊട്ടാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരുമാതിരി ഭയങ്കര റൂഡായിട്ടുള്ളൊരു തരത്തിലുള്ളൊരു കമൻറ്റ്. എനിവേ, ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ ആക്ച്വലി, മനസ്സിലായില്ലേ? പിന്നെ ആൾക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം ശരിയാവണമെന്നില്ല. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ട് അവരെനിക്ക് പറഞ്ഞു തന്ന പല കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഈവൻ ദോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടി ചെയ്യണമെന്ന് പോലും പേഴ്സണലി വിചാരിച്ചിട്ടുള്ള വ്യക്തി തന്നെയല്ല, മനസ്സിലായില്ലേ? എനിക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം ഉണ്ടായപ്പോൾ എനിക്കൊരു കണ്ടൻറ് ആക്കാനായിട്ട് തോന്നിയതിൻ്റെ പുറത്ത് മാത്രം ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റിനിടയിൽ വന്നിട്ട് മണ്ടാന്ന് പൊട്ടാന്നൊന്നും വിളിക്കേണ്ട ആവശ്യം ഈ പറഞ്ഞ് പുള്ളിക്കില്ല. ഇനി എൻ്റെ പൊന്ന് ചേട്ടൻ എന്നൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെന്നാണെങ്കിൽ ഓക്കെ, ചേട്ടൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ചേട്ടൻ ഇതെല്ലാം കൂടെ എന്താ പറയുക ഡീറ്റെയിൽഡായിട്ട് എല്ലാവർക്കും ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഞാൻ എന്താ പറയണ അല്ലാതെ ഈ ചേട്ടൻ എന്തിനാ ഇത്ര ഭയങ്കരമായിട്ട് രോക്ഷം കൊള്ളണേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുള്ളത്. മറ്റുള്ള ഒരാളുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് തെറി പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അയാൾക്ക് എന്നൊക്കെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാമെങ്കിൽ ആൾ സ്വയമായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇനി ഇവൻ ദോ മാന്യമായിട്ടുള്ള രീതിയിലൊരു കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്തു തരാം. അതുകൂടാതെ വേറൊരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പറയുന്നതിൽ ചെറിയൊരു തെറ്റുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞു. എന്ത് മാന്യമായിട്ടാണ് ലതാന്നോ അങ്ങനെ എന്ന് പറഞ്ഞൊരു ചേച്ചി, എന്ത് മാന്യമായിട്ടാണ് പുള്ളിക്കാരി എനിക്ക് കമൻറ്റ് ഇട്ട് ഇയാൾ ഈ പറഞ്ഞ ഉള്ളി ഇത്ര രോക്ഷാകുലനാവേണ്ട കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിവേ, നമ്മുടെ മാറ്ററല്ല, ഞാൻ ആ യൂസറെ നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്തു. സോ നമുക്ക് എന്തായാലും ആ മാറ്ററൊക്കെ വിടാം. അപ്പോൾ എനിവേ, എനിക്ക് എങ്ങനെയാണ് ഡോക്യുമെൻ്റ് കിട്ടിയെന്നുള്ളത് ഞാനൊരു സിംപ്ലി ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആക്ച്വലി എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. പുള്ളിക്കാരി ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഇവിടെ തന്നെയാണ് പഠിച്ചതും കാര്യങ്ങൾ. പിന്നെ പുള്ളിക്കാരുടെ ഫാമിലിയും അവരൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഈ പറഞ്ഞ പോലെ വിസിറ്റിംഗ് വിസയിലോ ഈ പറഞ്ഞ അങ്ങനത്തെ രീതിയിലുള്ള വിസകളിലൊന്നുമല്ല. ഞാൻ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലേക്ക്, എന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റലിയുടെ അപ്പുറത്ത് കടലിനപ്പുറം ആ സൈഡിൽ കിടക്കുന്ന ബാൾക്കൻ കൺട്രി ആയിട്ടുള്ള ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് ഒരു ഡി ടൈപ്പ് വർക്ക് വിസയിലാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ വന്നതിന് ശേഷം നമ്മൾ ആ വിസ വെച്ചുകൊണ്ട് അപ്പം നമുക്കിവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ആ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ പുള്ളിക്കാരിയുടെ സാലറി സ്ലിപ്പ്, വീടിൻ്റെ പ്ലാനോമീറ്റർ, പിന്നെ ഇവിടെ അല്ലാതെ അങ്ങനെ അതൊന്നല്ലാതെ വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ജെസ്സിയോണ ഫെബ്രിക്കാത്ത കുഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസിലി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പുള്ളിക്കാരിയുടെ ഡിപ്പെൻഡൻറ്റിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ ആ വാലിഡ് വിസയും വെച്ചുകൊണ്ട് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളിവിടുന്ന് ബൂസ്റ്റ് അയക്കുക എന്നാണ് അതിന് പറയുക. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാഫിൻ്റെ സഹായത്തിലോ, അല്ലെങ്കിൽ ഇവിടെ കാഫ് എന്നൊക്കെ പറയും. അപ്പോൾ മലയാളികളുടെ കാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഒരുപാട് കാഫുകൾ, ഇറ്റാലിയൻകാരുടെ കാഫുണ്ട് ഇങ്ങനെ. അപ്പോൾ കാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഇങ്ങനത്തെ ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസിലി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഈ കാഫ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം. നമ്മുടെ നാട്ടിൽ അക്ഷയ എന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ തന്നെ.
അപ്പം ഇവിടെ പോയി ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓരോന്നോരോന്ന് റെഡിയാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ ഈ ബൂസ്റ്റ് അയച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു റിസിപ്റ്റ് കിട്ടും. അതിന് റിച്ച് കുത്താൻ ഇവനോട് പറയണം, റിസിപ്റ്റിന് റിച്ച് കുത്താന്ന് പറയണത്. അപ്പം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം, നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും, നമ്മുടെ ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 8 മാസം 9 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം 2 മാസം 3 മാസത്തോടെ എടുത്ത് ഒരു 45 ഡേയ്സ് എന്നൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞത്. നമ്മൾ പക്ഷേ ഒരു 2 മാസം 2.5 മാസം ആയപ്പിനെയാണ് നമ്മളവിടെ ചെന്ന് ഇതിന് കാര്യങ്ങൾ തിരക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള പക്കയായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അപ്പം ഇതാണ് എൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ വിസയിൽ വന്ന് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ പോയതല്ല, നമ്മളിങ്ങനെയാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഡോക്യുമെൻ്റ് കിട്ടിയതിൻ്റെ ഒരു സംഭവം. ഇതാണ് സംഭവം. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഫ്ലൂസി വഴിയാണ് എനിക്ക് പേപ്പർ കിട്ടിയത്, അതല്ലെങ്കിൽ അസീലോ പൊളിറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അസീലോ പൊളിറ്റിക്കോ എന്ന് വെച്ചാൽ റിഫ്യൂജി എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഈ രീതിയിലൊന്നും അല്ല ഡോക്യുമെൻ്റ് കിട്ടുക. ആക്ച്വലി എൻ്റെ ഡോക്യുമെൻ്റ് റെഡിയാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ എനിവേ ഒരുപാട് ആളുകൾ ചോദിച്ചു, അതിൻ്റെ റിക്വസ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ഞാൻ അതുകൊണ്ട് കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ അതേ അപ്ലോഡ് ചെയ്യണം, എന്താ വേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ ആൾക്കാർക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം, 1-2 വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ആ രീതിയിൽ ചെയ്യാം. മനസ്സിലായില്ലേ? കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോയോ ഒക്കെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത് ചെറിയ പരിപാടിയല്ല, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ മനസ്സിലാവുന്ന വിധമാണോ എന്നൊക്കെ നോക്കി നമ്മൾ ഇട്ടേക്കുന്ന ഈ രീതിയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിലുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, സത്യം പറയാമല്ലോ, ഒത്തിരി നന്ദിയുണ്ട്. ഐ ആം സോ ഗ്ലാഡ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഐ വിൽ ട്രൈ ടു ഹെൽപ്പ്. ഓക്കെ.